എന്നോട് അലിഫ് ആദ്യം പറഞ്ഞാലേ കുഴക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇല്ല, അനീഷ് കുഴക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അല്ല, ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ളൊരു സമൂഹം ഉണ്ടല്ലോ, കാശ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരും കാണില്ല, കാശുള്ള സമയത്ത് ഒരുപാട് ഫ്രണ്ട്സുകൾ. അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. സത്യം പറഞ്ഞാൽ ഞാനിപ്പം അത് പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഒരു 10,000 രൂപയാണ് എനിക്ക് അടിച്ചത്. ഒരിക്കലും ഒരു പേടിയൊന്നുമില്ല. ഇത്രയും എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. എനിക്ക് ആദ്യമായിട്ട് ജാക്കറ്റ് ഇട്ടിട്ട് കൈ മടക്കി തന്ന ആളാണ് ഇരിക്കുന്നത്. ശരി, ഞാൻ ഓർക്കുന്നുണ്ടത്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത്ര തന്നെ സംസാരിച്ചത്. എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തും. ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ പല ലൊക്കേഷനിൽ പോകുമ്പോഴും പല താരങ്ങളെ നമ്മൾ കാണാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു താരത്തെ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ സന്തോഷമാണ് എനിക്കുള്ളത്. കാര്യം എൻ്റെ അടുത്ത സുഹൃത്താണ്, ഒരു 4-5 വർഷത്തെ പരിചയമുണ്ട്. നാമം ജപിക്കുന്ന വീടെന്ന ആ ഒറ്റ സീരിയലിലൂടെ നായകനായിട്ടുണ്ട്. ഇപ്പം മണിമുത്തിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ആളാരെന്ന് മനസ്സിലായി കാണും. നെഗറ്റീവ് റോളാണ് അദ്ദേഹം ചെയ്യുന്നതിനകത്ത്. മറ്റാരുമല്ല, അലിഫ് ഷാ. നമസ്കാരം. അലയ, നമസ്കാരം. അലയെന്ന് വിളിക്കാമല്ലോ? തീർച്ചയായിട്ടും. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുമല്ലോ. കാര്യങ്ങൾ എങ്ങനെയൊക്കെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? കോട്ടയത്ത് കാര്യങ്ങളൊക്കെ ആണല്ലോ. കോട്ടയത്തെ കറക്റ്റ് സംക്രാന്തി അല്ലേ സ്ഥലം? കോട്ടയം സംക്രാന്തി. നമ്മുടെ നസീർക്കാട് വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ആ നാമം ജപിക്കുന്ന വീട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലല്ലേ? തീർച്ചയായിട്ടും. സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇതുവരെ എത്താൻ പറ്റി, വളരെയധികം സന്തോഷം. അന്ന് അഭിനയിക്കാൻ പോയ അന്ന് ആദ്യം ഞാൻ ഇൻ്റർവ്യൂ എടുക്കാനാണ് പോയത്. അന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് റോൾ എനിക്ക് തന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ആദ്യമായിട്ട് ജാക്കറ്റ് ഇട്ടിട്ട് കൈ മടക്കി തന്ന ആളാണ് ഇരിക്കുന്നത്. ശരി, ഞാൻ ഓർക്കുന്നുണ്ടത്. 50 കിലോ അരി പറക്കലായിരുന്നു അവിടെ. അതിനുശേഷം ഏത് സീരിയലൊക്കെ ചെയ്തിരിക്കുന്നത്? ഞാൻ അതിനുശേഷം ഒരുപാട് സീരിയൽ ചെയ്തു. ഏഷ്യാനെറ്റിൽ ഏതാ സീതാ കല്യാണം ചെയ്തു, കുടുംബങ്ങളൊക്കെ ചെയ്തു. പിന്നെ പാടത്തെ പൈങ്കിളി ചെയ്തു. പിന്നെ സി കേരളത്തിലെ ഹിറ്റ്ലർ ചെയ്തു. പിന്നെ സൂര്യ ടി വിയിൽ ചെയ്തു. മഴവിൽ മനോരമയിൽ തുടക്കം എവിടെയാണോ അവസാനം തീർച്ചയായിട്ടും. ഏഷ്യാനെറ്റിലെ സീതാ കല്യാണത്തിൽ വന്ന സമയത്ത് ഒരു കുറച്ച് അലിഗൻസ് അവിടെ വന്നു അല്ലേ? അതിപ്പോ എന്തായാലും കഴിഞ്ഞിട്ടല്ല, അതിനകത്ത് അനുവിനെ മാറി അളിയൻ വന്ന സമയത്ത്, അലിഫ് വന്ന സമയത്ത്, അതെ, കൊറോണയുടെ പീക്ക് ടൈം അല്ലായിരുന്നോ? അന്നേരം ഷൂട്ടിങ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നു. ഒരു ഇതുമില്ല, നന്നായിട്ട് പോകുന്നു. അനു വന്ന് എനിക്കൊന്ന് ബിഗ് ബോസിൽ പോയിട്ട് ആ ഗ്യാപ്പിലാണെന്ന് തോന്നുന്നു അലിഫ്. പിന്നെ തെറ്റായിട്ടൊന്നും പറയണ്ട, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഒരിക്കലും ഒരു പേടിയൊന്നുമില്ല. ഇത്രയും എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഏഷ്യാനെറ്റിൽ അടുത്ത സീരിയൽ ചെയ്തോണ്ടിരിക്കും. അതെ, ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ പേര് അനൗൺസ് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. നല്ല താരനിരയാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല കുറെ താരസമ്പന്നമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും അലിഫിന്റെ ചിരിയാണ് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതിനിടയ്ക്ക് ഒരു ഭയങ്കരമായിട്ടൊരു പണക്കാരനായെന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നു. സിനിമയിലല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നാട്ടിലെ ആൾക്കാർ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ കുറച്ച് ഗോസിപ്പുകൾ. അത് നമ്മുടെ പ്രേക്ഷകരായിട്ട് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ കുറെ ആൾക്കാർ അല്ലേ, ആൾക്കാർ പറഞ്ഞു ഇതേപോലെ ഒരു സീരിയൽ നടന് ലോട്ടറി അടിച്ചു, ഫസ്റ്റ് പ്രൈസ് അടിച്ചു, ഇത്ര 2 കോടി 3 കോടി 5 കോടി രൂപ സെക്കൻഡ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് 5 കോടി രൂപ. 5 കോടി രൂപയാണ്. പക്ഷെ അത് ഇല്ല, ചുമ്മാ എത്ര സത്യത്തിൽ അടിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിപ്പം അത് പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഒരു 10,000 രൂപയാണ് എനിക്ക് അടിച്ചത്. അത് 5 കോടി എത്തിച്ചത് 5 കോടി ആൾക്കാർ മീഡിയയാണ്, ഇവരാണ് ശരിക്കും. അല്ല, സത്യത്തില് 10,000 രൂപയാണ് അടിച്ചത്. ശരി, 10,000 രൂപ ആണല്ലേ? പക്ഷെ ചിരി കാണുമ്പോൾ 10,000 അല്ല അടിച്ചെന്നുള്ളതാണ്. പക്ഷെ അലിഫിന് എനിക്ക് നേരത്തെ അറിയാം. അന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു അലിഫിനോട്. അലിഫ് അന്ന് ഈ എമൗണ്ട് തന്നെ എന്നോട് പറഞ്ഞത് 10,000 രൂപയാണ് അടിച്ചെന്നുള്ളത്. കുറെ തെറ്റിദ്ധാരണകളോ, ഒരുപാട് പേര് എന്നെ വിളിച്ചു, സംസാരിച്ചു. ഇതിലൊരു സന്തോഷമുള്ള പിണങ്ങിയിരിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. പൈസ കിട്ടാൻ വേണ്ടി. അതെ, ഈ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന അടിച്ചോണ്ടാണോ അല്ലെങ്കിൽ എത്ര രൂപ തരണമെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ളൊരു സമൂഹം ഉണ്ടല്ലോ, ഈ കാശ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരും കാണില്ല, കാശുള്ള സമയത്ത് ഒരുപാട് ഫ്രണ്ട്സുകൾ. അതാണ് ഇതിന്റെ ഒരു മോട്ടിവേറ്റർ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പൈസ ഉള്ളപ്പോൾ എല്ലാവരും കാണാൻ, പൈസ ഇല്ലാത്ത പാരം കാണത്തില്ല. അല്ല, ആ സമയത്ത് എത്ര രൂപ വരെ കടം ചോദിച്ചിട്ടുണ്ട്? എത്ര രൂപ എക്സ്ട്രീം പോയിട്ടുണ്ട്? ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ, കൊറോണ സമയത്ത്. കോള് നീ തുറന്ന് പറ എന്തെങ്കിലും. അതല്ല, അടിച്ചില്ലല്ലോ, നമുക്ക് അടിച്ചില്ലല്ലോ. അല്ല, അടിച്ചില്ല എങ്കിലും ചോദിച്ചോ, കുറെ ആൾക്കാർ ചോദിച്ചോ പൈസ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴവരോടെല്ലാം ഇത് പറയേണ്ടി വന്നു, ഇത്രയാണ് എന്നുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മിന്നാര സിനിമയില് ജഗതി പറയത്തില്ലേ, ഒരു കടം തീർത്തോളം നമ്മുടെ മൂക്കന സീസൺ എത്രയാ കൊടുക്കാറ്, ലാസ്റ്റ് അടിക്കുമ്പോൾ 10 രൂപ എന്ന് പറയുന്നത്. എല്ലാവർക്കും വലിയ എമൗണ്ട് പറഞ്ഞു. എന്തായാലും അലിഫിന്റെ ഈ ഒരു സീരിയൽ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിലേക്ക് പോകാനുള്ള
ചവിട്ടുപടികൾ ഏതെങ്കിലും ആയിട്ടുണ്ടോ? സിനിമ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 എണ്ണം ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മുടെ വേണു സാർ, നെടുമുടി വേണു സാറിൻ്റെ ലാസ്റ്റ് ഫിലിമിൽ ഞാൻ ചെയ്തു. കോപം എന്നാണ് പടത്തിൻ്റെ പേര്. ചിത്രാഞ്ജലി പാക്കേജ് ആയിരുന്നു അത്. കഴിഞ്ഞ് ഇനിയിപ്പം വരാനുള്ളത് പിരതി എന്ന് പറഞ്ഞൊരു പടമാണ്. അതിപ്പോൾ എൻ്റെ എല്ലാം റെഡിയായി. എങ്ങനെയാണ് താരങ്ങളൊക്കെ എത്ര? അത് പ്രമോദ് ചേട്ടനാണ്, പ്രമോദ് വെളിയനാട് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഉടനെ ഇറങ്ങും, അതൊരു പ്രതീക്ഷയാണ്. നല്ലൊരു പടമാണത്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ, സിനിമ നന്നായി ഹിറ്റ് ആവട്ടെ. അത് OTT എല്ലാം തിയേറ്ററിലാണ്. അതെ, തിയേറ്ററിൽ റിലീസാണ്. ഇപ്പോൾ ഈ മണിമുത്തിൽ വരുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോൾസ് അങ്ങനെ അലിവ് ചെയ്തിട്ടില്ല. ഞാൻ നെഗറ്റീവ് സൂര്യ TV-ൽ ഒരെണ്ണം ചെയ്തായിരുന്നു. ഭാവന എന്ന് പറഞ്ഞൊരു സീരിയൽ ആദ്യമായിട്ട് നെഗറ്റീവ് ചെയ്തു. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ നെഗറ്റീവിലോട്ടൊന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ നെഗറ്റീവിലോട്ട് ചാടി. ഈ നെഗറ്റീവ് പെട്ടെന്ന് എല്ലാവർക്കും പോസിറ്റീവ് ആവുന്ന ഒരു സംഭവം പുറത്തിറക്കുമ്പോൾ തിരിച്ചറിയുന്നത് സത്യമാണോ? അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ക്യാരക്ടറെ ആണ് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഐഡന്റിഫൈ ചെയ്യുന്നത്. ആദ്യം 2 അടി തന്നെന്ന് പറഞ്ഞാലും പിന്നെ ഒരു സ്നേഹം കാണും. അതുകൊണ്ട് നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. സൂക്ഷിച്ചോ, പുറകെ കൂടെ ആരെങ്കിലും ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. ഈ മണിമുത്ത് തന്നെ ഇതിലെ കുട്ടികളൊക്കെ ആയിട്ടുള്ള സീനിൽ ഞങ്ങളുടെ മുത്തുമണിയെ ഒന്നും തൊട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മാളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ചോദിക്കാറുണ്ട്. ശരിക്കും അത് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ചോദിക്കുന്നത്. മണിയെടുത്ത് ഞാൻ ചോദിച്ചപ്പം ഇദ്ദേഹം ഭയങ്കര ഭീകരനാണ്, ക്രൂരനാണെന്ന് പറഞ്ഞത്. ഒരിക്കലും ഇല്ല. സീരിയലല്ലേ? അല്ല, നല്ലൊരു ക്യാരക്ടറാണ്. എന്നാലും കുട്ടികളോടൊന്നും നമുക്ക് അധികമായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല ഇതിനകത്ത്. പക്ഷേ പിള്ള മനസ്സിൽ കള്ളമില്ല. അതെ. എന്നോട് അലിഫ് ആദ്യം പറഞ്ഞാലേ കുഴക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇല്ല, അനീഷ് കുഴക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇടുന്നല്ലേ, ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും അല്ല. ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, 4ാമത്തെ ഇന്റർവ്യൂ. അതെ, ഒരുപാട്. ഈ സീരിയൽ എങ്ങനെയുണ്ട്? കഥാപാത്രം എങ്ങനെ പോയി? നല്ല കഥാപാത്രമാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ജനങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിച്ചു. നല്ല റേറ്റിംഗിലാണ് പോകുന്നത്. 3 അതെ, ബ്രദേഴ്സ്. അതെ, ഷാനവാസിക്കാട് അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാനാണ് ഒരുപാട് താല്പര്യം. അല്ല, അതായത് 4 സഹോദരങ്ങളിനകത്ത് ഒരാളാവും. പക്ഷെ ആ സീരിയലിനകത്ത് നല്ല, അതിനകത്ത് എനിക്ക് പൊന്നബാബു ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ ഷാനുക്ക ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ മേഘന ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വേറൊരു ക്ലാഷായി വേറൊരു സീരിയലുമായിട്ട്. അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ ഞാൻ അതിനകത്ത് മാറുന്നത്. എന്നാലും അതൊരു വലിയൊരു ഓർമ്മയാണത്. ഈ എനിക്ക് പോയിട്ടുള്ള അനുഭവങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ. തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു TS സജി സാറിനെ പോലുള്ള ഒരു ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഫ്രണ്ട്സ് വഴി പറഞ്ഞു എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സാറുമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും ദൈവാനുഗ്രഹത്തിൽ സാധിച്ചു. സാധാരണ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷനിൽ വരുമ്പോൾ ചിലത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആണ്. എന്നാൽ ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ടൊക്കെ വിടുന്നുണ്ട്. അത് അലിഫിൻ്റെ ജീവിതത്തിൽ, മീൻസ് ഒരു അഭിനയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡവും ഒക്കെ ഉള്ളൊരു വർക്കാണ് ഇത്. സജി സാറിനെ പോലുള്ള ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. നല്ലൊരു എൻജോയ്മെൻറ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, സന്തോഷം പോരെ നമുക്ക് ജീവിതത്തിൽ. ഈ വരുന്ന സമയത്ത് അപ്പോൾ ആൾക്കാർ ചോദിക്കും നിനക്ക് പിന്നെ എന്താ വേണമെന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് പ്രഷർ വേണേൽ ചോദിക്കും എൻജോയ്മെൻറ്റ് പോരെയെന്ന്. അത് ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ടല്ലോ. ചില സമയങ്ങളിൽ ചില സീൻസ് എടുക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് റോൾസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് റോളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇല്ല, കുഴപ്പമില്ല. ഒരുപാട് പോസിറ്റീവ് ചെയ്തപ്പോൾ പിന്നെ നെഗറ്റീവ് നമ്മൾ പഠിക്കുമല്ലോ ഓട്ടോമാറ്റിക്കാണ്. അത് കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട് ഇതുമായിട്ട്. അളിയ നീ വാതറ അളിയ എന്താ വാതോർത്തല്ലേ സംസാരിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണം. അയ്യോ അല്ല, ഞാൻ ചോദിച്ചതല്ല. നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ് അഭിനയം എന്ന് പറയുന്നത് തന്നെ. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഫസ്റ്റിലെ ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിനയിച്ച് പറ്റുന്ന വരത്തില്ല. അപ്പൊ അത് അലിഫിന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ തുടക്കത്തിലെ അനീഷിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞതാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കല്ലേ, എന്നെ ഫ്രീ ആക്കാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത്ര തന്നെ സംസാരിച്ചത്. എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തുക. കാരണം ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അല്ല, സീരിയസ് ആയിട്ട് എനിക്ക് തീരെ വയ്യളിയാണ്. കാരണം ഞാൻ വയ്യാതെ അവിടെ കിടന്നിട്ട് ചില കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ഞാൻ നിനക്ക് പ്രാങ്ക് തരുന്നത് എന്നെ അവന്റെ ഫേസ് വന്നപ്പോൾ എനിക്കറിയാതെ എനിക്ക് പ്രാങ്ക് തരുന്നുള്ളൂ. ഇരി അവിടെ എന്നെ നീ പ്രാങ്കാന് അധികമായിരുന്നെങ്കിൽ ഞാൻ എന്നറിയോ,
വയ്യ സത്യം പറഞ്ഞു അല്ല അല്ല സീരിയസ്ലി അവന് വയ്യ. നല്ല ചൂടുണ്ട്, കൈ മാറ്റിക്കും, നല്ല ചൂടുണ്ട്. പക്ഷെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരാണ് നമ്മൾ ഇത്രയും വളർത്തിയത്. ഇതിപ്പോ എത്ര എപ്പിസോഡ് ഇപ്പൊ ടോട്ടൽ? ഇപ്പൊ എത്ര ഇത് 500 കഴിഞ്ഞു. 500 എത്ര ടോട്ടൽ അലിഫ് എത്ര? അല്ല 400 കഴിഞ്ഞു, 500ലോട്ട് വരുന്നുണ്ട്. ഒരു 200 എപ്പിസോഡോളം അലിഫ് ഉണ്ടായിരുന്നു. അല്ലല്ല ഞാനിപ്പോൾ റീസെന്റ് ഒരു 3 ഷെഡ്യൂൾ ആയിട്ടുള്ള കയറിയിട്ട് 3 ഷെഡ്യൂൾ ആകുമ്പോൾ ഒരു 45-45 ഡേയ്സ് അത്രയാവും. എങ്കിലും ഓൾമോസ്റ്റ് ഒരു 50 എപ്പിസോഡ്സിൽ കൂടുതൽ തീർച്ചയായിട്ടും ഞാനകത്ത് 2-3 എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു ഈ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ എന്തോ ആരെയോ കുറിച്ച് കൂടുതലായിട്ട് അവരെ നമുക്ക് ദ്രോഹിക്കണമെന്നൊക്കെ മറ്റേ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെയാണ് നിങ്ങൾ പേഴ്സണലി പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അലിഫിന്റെ ഒരു ആക്ഷൻ മൂവ്മെന്റ് ഞാൻ കണ്ടായിരുന്നു ആ ഫേസിലെ. അപ്പോഴത്തേനും ഞാൻ മനസ്സുകൊണ്ട് പറയുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു ക്യാച്ച് ചെയ്യുന്നുണ്ട് ആ വില്ലൻ കഥാപാത്രം. എപ്പോഴെങ്കിലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം പോസിറ്റീവ് ചെയ്തിട്ട് പെട്ടെന്ന് നെഗറ്റീവിലോട്ട് വരുമ്പോൾ നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സ്മൂത്താണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറയാം. ഇപ്പൊ അലിഫ് കൂടുതൽ സംസാരിക്കുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ, ഒട്ടും സുഖമില്ല. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്നെ അടിച്ചെന്ന് വിചാരിച്ചു. ഇല്ല കാരണം ഞാൻ കിടക്കുമായിരുന്നു സത്യം പറഞ്ഞു. മനസ്സിലായി, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇന്ന് ഫുള്ളുണ്ടോ? ഇന്ന് ഫുള്ളുണ്ട്. ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിമുത്തുണ്ട്, പിന്നെ സൂര്യ ടി വിയിലെ കളിവീട്, പിന്നെ അമൃതയിലെ മഴയത്ത് മുൻപേ, പിന്നെ വരാൻ പോകുന്ന പുതിയ വർക്ക് ഏഷ്യാനെറ്റ്. നിലവിൽ 4 വർക്കും കൂടെ എങ്ങനെ നമ്മൾ പാരലൈറ്റ് ഇതുവരെ കുഴപ്പമില്ല. ഇനി അങ്ങോട്ടെല്ലാം അല്ല എങ്കിലും സ്കെഡ്യൂൾ എനിക്കൊന്ന് ഏഷ്യാനെറ്റിൽ ബിഗ് ബഡ്ജറ്റ് സീരിയലല്ലേ, അതിനകത്ത് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കും പ്ലാൻ? എല്ലാം ദൈവത്തിൻ്റെ എങ്കിലും നന്നാവട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാര്യം സീരിയൽസിലൂടെ വരുമ്പോൾ നമ്മുടെ സുഹൃത്ത് അല്ല എനിക്ക് വളരെയധികം സന്തോഷമെന്നറിയോ. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറിയില്ല, ആരാണെന്ന് ഒന്നുമില്ല. ആ സമയത്ത് തന്നെ ഒരു മീഡിയ ആ സമയത്ത് അനീഷാണ് വന്ന് ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഒരുപാട് ഉയർന്നിട്ടല്ല, ഇപ്പോഴും നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കാൻ മനസ്സ് കാണിച്ച അനീഷിനും ഒരുപാട് സന്തോഷമുണ്ട്. മൂവി വേൾഡ് വീഡിയോ. അതെ മൂവി വേൾഡ്. അതെ. പക്ഷെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ അന്ന് എടുത്ത ഇന്റർവ്യൂ നല്ല രീതിയിൽ കെയറുകയും ചെയ്തു. അലിഫായിട്ട് വീട്ടിൽ സംക്രാന്തിയിൽ പോലും നമ്മൾ ആ ലോക്ക്ഡൌൺ സമയത്തൊക്കെ വള്ളത്തിലൊക്കെ പോയി ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ? വള്ളത്തിൽ ചെയ്ത് ഓർമ്മയുണ്ട്. ഞാൻ വള്ളത്തിൽ വീണത് ഓർമ്മയുണ്ട്. ലേപ്പൽ ഉൾപ്പെടെ ഞാൻ വള്ളത്തിൽ വീടില്ല എന്ന് പറഞ്ഞു. അന്നൊക്കെ നല്ല രസമായിരുന്നു അനീഷിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ. എന്തായാലും അത് അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞാൽ ശരിയാകത്തില്ല. എങ്കിലും നമ്മള് ഈ ഒരു സീരിയലിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എങ്കിലും ഇതിന്റെ ബാക്കിയുള്ള കഥയൊക്കെ ആരാണ് കഥ സീരിയലിന്റെ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. വിക്രമൻ വള്ളിക്കോടാണ്, ശരി വിക്രമൻ ചേട്ടനാണ് എഴുതുന്നത് സംഭാഷണങ്ങൾ. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സീരിയൽ. ഓൺ വോയിസ് ആണോ അതോ ഡബിങ്? അല്ല ഡബിങ് ആണ്. പക്ഷെ ടൈം കിട്ടുന്നില്ല ചെയ്യാനായിട്ട്. ഓൺ വോയിസ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. പക്ഷേ എനിക്ക് സമയക്കുറവിൻ്റെ ഇതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. എൻ്റെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ശബ്ദം. അദ്ദേഹമാണ് ശങ്കർലാലൊക്കെയാണ് എനിക്ക് ചെയ്യുന്നത്. ശങ്കർലാലും പിന്നെ എൻ്റെ വേറെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ചെയ്യുന്നത്. എന്തായാലും ബ്രേക്ക് ടൈം ആണ്. അലിഫ് നന്നായിട്ട് വിയർക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ പനി വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാ? ഓക്കെ മൂവി വേൾഡ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വളരെയധികം സന്തോഷം. ഇതുപോലുള്ള ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നമ്മളെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് നേരിട്ട് നിർഭയത്തിലില്ലാതെ നേരിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് മൂവി വേൾഡ്. ഞാൻ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും അലിഫെ ഇനി വരുന്ന പ്രോജക്റ്റുകൾ, ഈ പ്രോജക്റ്റ് എല്ലാം നന്നാവട്ടെ. നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ഏഷ്യാനെറ്റിലെ ഒരു പ്രോജക്റ്റ് നന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിനിമ 2020 വലിയൊരു സിനിമയിലേക്ക് ചൂട് വെക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭാഗം നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.